ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി. പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ അരക്കണം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഇട്ടിട്ട് ഒന്ന് അരക്കാനാണ്. അപ്പോൾ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ സാധാരണ ഒരു പീസ് ഇഞ്ചി, ഒരു മീഡിയം സൈസിൽ ഇഞ്ചി. എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിനേക്കാളും കുറവായിരിക്കണം കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അത് എരിവില്ല അത്രയൊന്നും, അതുകൊണ്ടാണ് ഇപ്പോൾ 4 എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന മസാല അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാല ആക്കാനുള്ള ഉള്ളി മുറിച്ചെടുക്കാം. കുറച്ച് ഉള്ളി നമുക്ക് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉള്ളി പ്രാവശ്യം വേവിക്കുന്നത്. അപ്പം ചെറുതായിട്ട് സ്ലൈസായിട്ട് ഇട്ടിട്ട് നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുക്കർ ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ച് വെക്കാം. കുക്കറിൽ അങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ നമുക്ക് എളുപ്പത്തിനാട്ടോ വഴറ്റേണ്ട. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയും കൂടി മുറിച്ചിട്ടുണ്ട്. അപ്പം കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചോറിന് വേണ്ട ക്യാരറ്റും കൂടി മുറിച്ച് വെച്ചിന്. അങ്ങനെ ഞാനതിനെ വഴറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ, അത് ആ മസാല നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതിനൊന്ന് സോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടില്ലേ തക്കാളി, അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടയണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളി വെന്തുടഞ്ഞ ശേഷം മല്ലിച്ചപ്പും പുതിനയും അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. എന്നുവെച്ചാൽ അത് അതിൻ്റെ ഒപ്പം ഇടുന്നതെന്ന് വെച്ചെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ആ പുതിനയിലൻ്റെയും മല്ലിയിലൻ്റെ ഇല അതും ആ വെന്തിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും അതിന്. അപ്പോൾ നന്നായിട്ട് അതിനിട്ട ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് 1 ടീസ്പൂണാണ്, 1 ടേബിൾ സ്പൂൺ. പിന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുരുമുളകാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടിന്, 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് ബിരിയാണി മസാല ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, പിന്നെ ചിക്കൻ മസാലിനേക്കാളും. അങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനെ അടിക്ക് പിടിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ചിക്കൻ ഇനി ഇടാനുള്ള ചിക്കനും വേണ്ടത്ര തന്നെ ഉപ്പും കൂടി അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഒന്നും കൂടി അതിനെ നന്നായിട്ട് വഴറ്റാം. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ചിക്കൻ ഇടാനുണ്ടല്ലോ, അപ്പോൾ അതിനും കൂടി പിടിക്കുന്ന പോലെ. എന്നിട്ട് കുറച്ച് കരിവേപ്പില കഴുകിയിട്ട് അതിലേക്കും കൂടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെക്കാം. ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഉണ്ടായിരുന്നു, 1.5 kg ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ തീ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് കൊള്ളുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ല, കൂട്ടി വെച്ചാൽ എന്തായാലും ഇതാവും. എന്നിട്ട് അതിനെ നമുക്ക് കൊത്തി വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മുക്കാലും വെന്തായിട്ടാകും നമുക്കതിന് വേണ്ട കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണ് തക്കത്തെ തൈര് ഇടുന്നുണ്ട്. അതെന്താ വെച്ചെങ്കിൽ കുറച്ച് തക്കാളി കൂടുതൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് തൈര് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിന് നന്നായിട്ട് ആ ഒരു കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ അതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. എന്നിട്ട് അതിലത്തേക്ക് ചിക്കൻ ഓൾറെഡി വെന്തിട്ടായി, അതിലത്തേക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുന്ന പോലെയൊക്കെ അതിനവിടെ നമുക്ക് മൂടിയിട്ടൊന്ന് മാറ്റിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ ഇത് നോക്കാം. എന്നിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയും കൂട്ടി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നുള്ളത്.
ഗീയും കുറച്ചിട്ട് ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒനിയനും കൂടിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ആയ ശേഷമാണ് കോരിയിട്ട് വെക്കേണ്ടത് കേട്ടോ. അത് നമുക്ക് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഒനിയനാണ് കേട്ടോ ഇത്. ചോറ് വെക്കുന്ന അതേ പാനിലേക്കാണ് നമ്മൾ ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ഇതും ഉണ്ടാവും. എന്നിട്ട് അതിലത്തേക്ക് ക്യാഷ്യൂം കൂടി ഇടാം അതേ എണ്ണയിലേക്ക്. എന്നിട്ട് അതിന് ഒന്നും കൂടി കുറച്ച് നല്ല ബ്രൗൺ കളറാകുന്ന പോലെ കുറച്ച് വഴറ്റാം. നമുക്കതിലേക്ക് മറ്റേ കിസ്മിസും കൂടി ഇടാനുണ്ട്. കിസ്മിസും കൂടി ഇട്ട ശേഷം ഇതൊക്കെ കരിയാൻ പാടില്ല കേട്ടോ. സാധാരണ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനും കൂടി വറുത്ത് കോരിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കറുവപ്പട്ട, കറാമ്പൂ, പിന്നെ സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇപ്പം ഇത് കരിയാൻ പാടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ മുമ്പേ ചൂടാക്കി വെച്ച തിളച്ച വെള്ളമുണ്ട്, അതും കൂടി അതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പാട്ട അരിക്ക് 2 പാട്ട അരി, 2 പാട്ട വെള്ളം എന്നാണ് ഉള്ളത്. ഫാമിലി റൈസ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച ക്യാരറ്റും കൂടിയിട്ട് തക്കാളി ഞാൻ ചോറിൽ ഒരു ചെറിയൊരു കഷ്ണം ഇടും കേട്ടോ. എന്താ വെച്ചാൽ അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ടാകുന്ന പോലെ വേറെ തന്നെ ചോറ് ഒറ്റിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഇതുണ്ടാവും. ഉപ്പും ഇട്ട് പിന്നെ ഇതിലേക്ക് ലെമണും കൂടി പിഴണം കേട്ടോ. അത് ഇതിൽ ഇടാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കറിച്ചപ്പില ഇട്ടിട്ട് അതിന് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനെ മൂടി വെക്കാം. നല്ല തള വരുന്നവരെ നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് ഇപ്പോൾ തള വന്നിട്ടുണ്ട്. അതിലത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലിട്ടിട്ട്. എന്നിട്ട് ആ സമയത്ത് നമുക്ക് അരിയിട്ട ശേഷം നമുക്ക് ഉപ്പ് ഉണ്ടോ ഇല്ലയോ ഇനി കൂടിനോ എന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ അത് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കച്ചമ്പറിനുള്ള ഇത് തുടങ്ങാം. ഒരു മീഡിയം സൈസ് 2 സവാളയാണ് കച്ചമ്പർ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. കനം കുറച്ച് അരിയണം സവാള, എന്നെങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. വലുതരിഞ്ഞൂടാ. പിന്നെ അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കക്കിരി. അപ്പോൾ ഈ കക്കിരി അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയ ശേഷം അതിനെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിയണം. എന്താ വെച്ചെങ്കിൽ നല്ല പൊടി അരിയണം എന്ന് പറയുന്നില്ല, കൊത്തി അരിയുന്നത് അതുപോലെ അരിയണം. എന്താ വെച്ചെങ്കിൽ അത് ഈ വലിയ കഷ്ണമാകുമ്പോൾ നമുക്ക് കഴിക്കാനും അതിലൊരു കാണാനും ഒരു രസം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, അതിനെ ചെറുതാക്കിയിട്ട് അരിയുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നെടുകെ കീറിയിട്ട് ഇടാം. നീളത്തിൽ തന്നെ കീറണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് കടിച്ചു പോവും. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത്, ഞാൻ നല്ല കട്ടി തൈരാണ് കേട്ടോ എടുത്തിട്ടുണ്ട് മിൽമയുടെ. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. മൊത്തത്തിൽ തൈരിനൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലത്തേക്ക് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്തിന് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയത് മാത്രം തികഞ്ഞില്ല. ഇനി കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കച്ചമ്പർ ഇവിടെ റെഡിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ ചോറ് എന്തായിട്ടുണ്ടാവും, ചോറിങ്ങനെ തിളച്ച് വന്നിട്ട് ചോറ് വെന്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്കതിനെ ഗാർണിഷ് ചെയ്യാനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ അങ്ങനെ ഇപ്പോൾ അധികം ചോറിൽ ഞാൻ നെയ്യൊന്നും നേരത്തെ ഇട്ടിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, എണ്ണയെല്ലാം നെയ്യാണ് കുറച്ച് കൂടുതലിടുക. അപ്പം നേരത്തെ ഇടാത്തതുകൊണ്ട് ഇപ്പം കുറച്ച് കൂടുതൽ നെയ്യ് നമുക്ക് മുകളിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. എന്താ വെച്ചെങ്കിൽ അതിന് നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എണ്ണ കുറച്ച് കുറവുണ്ടാകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഉണ്ടാവും. കുറച്ച് നെയ്യ് നന്നായിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് മുകളിൽ ഞാൻ കളറാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്, അതായത് മഞ്ഞക്കളറിന് മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. കളർ യൂസ് ചെയ്തിട്ടാണ്. മഞ്ഞപ്പൊടിയിൽ ചെറുങ്ങനെ പാലിൽ കലക്കിയിട്ട് മുകളിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. കളർ അത്ര നല്ലതല്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി അതിന് പകരം യൂസ് ചെയ്തത്. ഇനി അതിന് മൊത്തത്തിലൊന്ന് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്ത ശേഷമാണ് ദമ്മിൽ അരമണിക്കൂർ വെക്കും. അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ക്യാഷ്യൂ എല്ലാം മൊത്തത്തിൽ ഫ്രൈഡ് ഓണിയനും മൊത്തം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിന്. ഒരു നല്ലൊരു കളറായിട്ട് കാണാനൊരു രസമല്ലേ, അങ്ങനെ കുറച്ച് ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിന്. അതും കൂടി മൊത്തത്തിലൊന്ന് മുകളിൽ ഇതിൻ്റെ ഒപ്പം വെതറിയിട്ട് കൊടുക്കാം. ഒരു കാണാനൊരു ഭംഗി വേറെ തന്നെ ഉണ്ടാവും അങ്ങനെ കൊടുക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത്.
അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും ഇതൊക്കെ കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ പുതിന ഇലയും കുറച്ചിട്ട ശേഷം നന്നായിട്ട് മൂടി വെക്കാം. മൂടി വെച്ച ശേഷം നമ്മൾ ഇത് റെഡി.